പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ റോ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കണ്ടുവച്ചിട്ടുള്ള റോ എപ്പിസോഡ് അനുസരിച്ചാണെങ്കിൽ ആദ്യമായി പങ്കുവെക്കാനുള്ളത് ബേഷിൻ ബെർലിൻ എന്ന് പറയുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ആദ്യ മത്സരം കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗന്ധർ റാൻഡി ഓർട്ടൺ എന്ന ലെജൻഡ് റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഗന്ധർ വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള മത്സരം വരാനുള്ള കാരണം കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഗന്ധർ റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്തിയത് അത് ക്ലീൻ ആയിട്ടായിരുന്നില്ല. റാൻഡി ഓർട്ടൻ്റെ രണ്ട് ഷോൾഡറും ആ ഫ്ലോറിൽ തട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് അന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. കിങ് ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന ടൂർണമെൻറ്റ് ഫൈനൽ മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ട്രിപ്പിൾ എച്ച് അത് എടുത്തു പറഞ്ഞതാണ്. ഇവർക്ക് തമ്മിലുള്ള ഒരു റീമാച്ച് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. പിന്നീട് ആ ഒരു സ്റ്റോറിയിൽ എൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഇന്നത്തെ റോ എപ്പിസോഡിലെ ആദ്യ സെഗ്മെൻറ്റിൽ തന്നെ ഗന്ധറിനെ ഞെട്ടിച്ചുകൊണ്ട് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് റാൻഡി ഓർട്ടൺ റോയിൽ അപ്പിയർ ചെയ്തതും ആ റീമാച്ച് അതും ടൈറ്റിൽ മത്സരമായിട്ട് വേണമെന്നുള്ളത് ആവശ്യപ്പെടുന്നതും മത്സരം ബാഷിൻ ബെർലിനിലേക്ക് ഗന്ധർ ആക്സെപ്റ്റ് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബാഷിൻ ബെർലിനിൽ ഒരു ടൈറ്റിൽ ചേഞ്ച് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നല്ലൊരു സ്റ്റോറി നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഗന്ധറിൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് തന്നെ ലെജൻഡ് ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫെയിമർ താരത്തിനെതിരെ തുടങ്ങുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധ കിട്ടും. ഗന്ധർ എന്ന യുവതാരത്തെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാനും കാരണമായേക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് പുതിയ ജഡ്ജ്മെൻ്റ് ഡേ ഫാക്ഷനെ സംബന്ധിച്ചാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പറഞ്ഞതുപോലെയുള്ള സ്റ്റോറി ലൈനിലെ ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ റോയിലും കാണാൻ സാധിച്ചത്. ഫിൻ ബെലറിൻ്റെ നേതൃത്വത്തിൽ പുതിയ ജഡ്ജ്മെൻ്റ് ഡേ ഫാക്ഷൻ വന്നിരിക്കുന്നു. റോയിൽ ഡാമിൻ പ്രീസ്റ്റ് റിങ്ങിലേക്ക് കയറിക്കൊണ്ട് ഫിൻ ബെലർ ഡാമിൻ പ്രീസ്റ്റിനെ ചതിച്ചതിനെ സംബന്ധിച്ചും ഡാമിൻ പ്രീസ്റ്റിൻ്റെ പുതിയ ഫാമിലി അത് ഈ വരുന്ന WWE യൂണിവേഴ്സ് ആണെന്നുള്ളതും ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഫിൻ ബെലറിനോട് റിങ്ങിലേക്ക് വരാനും നീ ആ അടിയെല്ലാം മേടിച്ച് ബാക്കിലേക്ക് പോയിക്കോ എന്നും പറയുന്നുണ്ട്. സ്ക്രീനിൽ മാത്രമാണ് ഫിൻ ബെലർ അപ്പിയർ ചെയ്യുന്നത്. സ്ക്രീനിൽ അപ്പിയർ ചെയ്ത ഫിൻ ബെലർ പറയുന്നത് ഞാൻ കുറച്ചധികം കാലമായി ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്ത് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ മാത്രമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ ജഡ്ജ്മെൻ്റ് ഫാക്ഷനെ കാണിക്കുന്നത്. അതിൽ ഫിൻ ബെലർ, JD മെക്ഡോണ, കാർലിറ്റോ, ഡൊമിനിക് മെസ്റ്റീരിയോ, വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ തുടങ്ങിയ 5 പേരാണ് ഉള്ളത്. അപ്പോൾ കാർലിറ്റോ, ലിവ് മോർഗൻ തുടങ്ങിയവർ ജഡ്ജ്മെൻ്റ് ഫാക്ഷനിലെ പുതിയ മെമ്പേഴ്സാണ്. കാർലിറ്റോ കുറച്ച് മുൻപേ ഇതിൻ്റെ ഭാഗമായിരുന്നു എന്നുണ്ടെങ്കിലും ജഡ്ജ്മെൻ്റ് ഡേയുടെ ഒരു ഒഫീഷ്യൽ മെമ്പറായിട്ട് അവർ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അവരുടെ കൂടെ നിൽക്കുന്ന സൈഡിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഫിൻ ബെലറിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഫാക്ഷനിൽ ഈ കാർലിറ്റോ ഒരു പെർമനൻറ്റ് മെമ്പർ ആയിരിക്കും എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. അപ്പോൾ ജഡ്ജ്മെൻ്റ് ഡേയുടെ ഒരു പുതിയൊരു ചാപ്റ്ററാണ് റോ എപ്പിസോഡിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് ഫിൻ ബെലർ തമ്മിലുള്ള ഫ്യൂഡും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ അപ്ഡേറ്റ് സെത്ത് റോളിൻസിൻ്റെ പുതിയ എതിരാളിയെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൽ CM പങ്ക്, ഡ്രൂ മാക്കിൻ്റെയർ, സെത്ത് റോളിൻസ് തുടങ്ങിയവരുടെ ഒരു സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. CM പങ്ക് റിങ്ങിലേക്ക് വരുന്നു. പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് വലിയ വിഷമമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു അറീനയിലേക്ക് 10 വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്ക് തിരികെ വരാൻ സാധിക്കുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊമോ സെഗ്മെൻറ്റ് CM പങ്ക് തുടക്കം കുറിക്കുന്നു. ഒരു റീമാച്ച് ഡ്രൂ മാക്കിൻ്റെയറിനെതിരെ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് സെത്ത് റോളിൻസ് ആണ് വരുന്നത്. സെത്ത് റോളിൻസ് വലിയ ദേഷ്യത്തോട് കൂടിയിട്ടാണ് വരുന്നത്. കാരണം സമ്മർ സ്ലാമിൽ സെത്ത് റോളിൻസിനെ GTS എന്ന ഫിനിഷിംഗ് മൂവ് ഉപയോഗിച്ചുകൊണ്ട് CM പങ്ക് ആക്രമിച്ചിരുന്നു. അപ്പോൾ ഒരു ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിച്ചു. ആ ഒരു സമയത്താണ് ഡ്രൂ മാക്കിൻ്റെയർ ക്രൗഡിൻ്റെ ഇടയിലൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ രണ്ടുപേരും ഫൈറ്റിന് വേണ്ടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സമയത്ത് ഡ്രൂ മാക്കിൻ്റെയർ ഈ രണ്ടുപേരെയും കളിയാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് CM പങ്കിനെ. അപ്പോൾ CM പങ്കിൻ്റെ അറ്റൻഷൻ ഇപ്പോൾ തനിക്ക് കിട്ടിയോ എന്നുള്ളതൊക്കെ ഡ്രൂ മാക്കിൻ്റെയർ ചോദിക്കുന്നുണ്ട്. അപ്പോഴും CM പങ്ക് അങ്ങോട്ടേക്ക് നോക്കുന്നില്ല. അപ്പോഴാണ് കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ഡ്രൂ മാക്കിൻ്റെയർ കാണിക്കുന്നത്. നിൻ്റെ പ്രിയപ്പെട്ട ബ്രേസ്ലെറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് CM പങ്ക് ക്രൗഡിൻ്റെ ഇടയിലേക്ക് ഡ്രൂ മാക്കിൻ്റെയറിനെ അടിക്കാൻ വേണ്ടി പോകുന്നു. ഡ്രൂ മാക്കിൻ്റെയർ ആണെങ്കിൽ ജീവൻ രക്ഷിച്ചുകൊണ്ട് ക്രൗഡിൻ്റെ ഉള്ളിലൂടെ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് CM പങ്കും ഡ്രൂവിൻ്റെ ബാക്കിലൂടെ പോയി. പെട്ടെന്ന് തിരിഞ്ഞ സെത്ത് റോളിൻസിനെ ബിഗ് ബ്രോൺസൺ റെയ്ഡ് വന്നിട്ട് ബ്രൂട്ടലായി ആക്രമിക്കുന്നുണ്ട്. 5 സുനാമി എന്ന് പറയുന്ന ടോപ്പ് റോപ്പ് ഫിനിഷിംഗ് മൂവാണ് സെത്ത് റോളിൻസിന് എതിരെ ചെയ്തത്. സെത്ത് റോളിൻസിൻ്റെ വായിൽ നിന്ന് ചോര വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. വളരെ ബ്രൂട്ടലായിട്ടുള്ള വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു സെത്ത് റോളിൻസിനെതിരെ ബിഗ് ബ്രോൺസൺ റീഡ് നടത്തിയത്. അപ്പോൾ എന്തുകൊണ്ട് ബ്രോൺസൺ റീഡ് ഇത് നടത്തിയെന്ന് ചോദിക്കുമ്പോൾ ബ്രോൺസൺ റീഡ് ഇതിന് മുൻപത്തെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഷെയ്മസ് വേഴ്സസ് ലുഡ്വിഗ് കേസസ് തമ്മിലുള്ള മത്സരം വെച്ചതിനോട് ആദം പിയേഴ്സിനോട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. ഷെയ്മസ് കഴിഞ്ഞ ആഴ്ച തോറ്റതാണ്, എന്നിട്ടും ഷെയ്മസിന് എന്തിനാണ് ഈ ഒരു ആഴ്ച മത്സരം കൊടുത്തത് എന്നുള്ളത്, തനിക്ക് എന്തോ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത് എന്നുള്ളതും ആദം പിയേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദം പിയേഴ്സ് കൊടുക്കുന്ന മറുപടി ഷെയ്മസിന് ഞാൻ
ഞാനത് കൊടുത്തു പോയി, ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ബ്രോൺസൺ റീഡ് പോയിട്ട് സെത്ത് റോളിൻസിനെ ആക്രമിക്കുന്നത്. എന്തായാലും സെത്ത് റോളിൻസ് വേഴ്സസ് ബ്രോൺസൺ റീഡ് അത് ഒരു ഫ്രഷ് ഫ്യൂഡാണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഫ്യൂഡായിരിക്കും. സെത്ത് റോളിൻസിനെ ബ്രൂട്ടലായി ആക്രമിച്ചുകൊണ്ട് ബിഗ് ബ്രോൺസൺ റീഡ് അദ്ദേഹത്തിനും ഇവിടെ ഒരു സ്ഥാനം ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് അതിന് വലിയൊരു അടിവര ഇട്ടിട്ടുണ്ട്. എന്തായാലും മികച്ചൊരു സെഗ്മെൻ്റ് ആയിരുന്നു. റോ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.